അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യമില്ല. രണ്ടാം പ്രതിയായ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് തലശ്ശേരി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ജാതിയുടെ പേരിൽ വ്യാജ പ്രചാരണം അടക്കം നടത്തിയ റാമിന് കോടതിയിൽ തിരിച്ചടി കിട്ടിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ K അജിത് കുമാർ പറഞ്ഞു. ചില വിമർശനങ്ങൾ പോലും വന്നിരുന്നു. ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ. ഏതായാലും കോടതിയിൽ അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ട്. നിങ്ങൾക്കറിയാം, ജാതിയുടെ പേരിൽ പോലും കോടതിയിൽ തെറ്റായ പ്രസ്താവന നൽകി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം ആരംഭിച്ചിരുന്നു. അത് പ്രോസിക്യൂഷനും പോലീസും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. നിഖിലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, എന്തായാലും കോടതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ താനും OBC വിഭാഗക്കാരനാണ് എന്നതടക്കമുള്ള വാദമാണ് ഡോക്ടർ റാം ഉന്നയിച്ചത്. ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള നീക്കമായിരുന്നു റാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടില്ല. ഇനി ഈ ഡോക്ടർ റാമിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കോടതി ഇന്ന് എന്താണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത്? തുടർ നടപടികൾ ഏത് രീതിയിലാകും? സ്വാതി, ഏതായാലും ഈ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്നുള്ളത് വിധിപ്പകർപ്പ് ലഭിക്കുന്നതോടുകൂടിയേ നമുക്ക് പറയാൻ സാധിക്കൂ. പക്ഷേ ഏതായാലും നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ഡോക്ടർ റാം കോടതിയിൽ ഉയർത്തിയ വാദങ്ങൾ, ആ വാദങ്ങളെ കോടതി അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ K അജിത് കുമാർ അല്പസമയം മുൻപ് പറഞ്ഞതുപോലെ ഈ ജാതിയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ നൽകി ഈ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു കടക്കാനും ആ വകുപ്പ് തനിക്കെതിരെ ചുമത്തിയതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ളൊരു ശ്രമം ഡോക്ടർ റാം നടത്തിയിരുന്നു. പക്ഷേ പ്രോസിക്യൂഷന്റെ ഇടപെടലിലൂടെ അത് ഇല്ലാതാവുന്നതാണ് കണ്ടത്. SC/ST വിഭാഗത്തിൽപ്പെട്ടയാളല്ല റാം, പകരം OBC-യിൽപ്പെട്ടയാളാണ് എന്ന് കൃത്യമായി രേഖകൾ സഹിതം വാദിച്ചു. അക്കാര്യം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇക്കാര്യത്തിൽ നിതിൻ രാജ് ജീവനൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് താൻ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടില്ല. പകരം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളും അതിന് പിന്നാലെ 10-ാം തീയതി പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന സംഭവങ്ങളുമാണ് നിതിൻ രാജ് ജീവനൊടുക്കാൻ കാരണം എന്നതായിരുന്നു ഈ ഡോക്ടർ റാമിന്റെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ ഉച്ചയ്ക്ക് 12:20 മുതൽ ഉള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കിയ പ്രോസിക്യൂഷൻ ആ വാദത്തെ ശക്തമായി എതിർക്കുകയായിരുന്നു. കാരണം ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നേരിട്ട് ഡോക്ടർ റാം ഇല്ല എങ്കിൽ പോലും അതിനോട് തൊട്ട് ചേർന്നുള്ള സ്റ്റാഫ് റൂമിൽ ഈ സംഭവം നടക്കുന്ന ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിന്റെ മുറിയിൽ സംസാരം നടക്കുന്ന സമയം അത്രയും ഡോക്ടർ റാം ഉണ്ടായിരുന്നു. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ലതാ ശശിധരൻ എന്ന് പറയുന്ന അധ്യാപികയെ പ്രേരിപ്പിച്ചത് ഈ ഡോക്ടർ റാം ആണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷൻ ഉയർത്തിയത്. അതിന് CCTV ദൃശ്യങ്ങൾ തെളിവായി ഹാജരാക്കുകയും ചെയ്തു. അപ്പോൾ ഈ വാദം കൃത്യമായി കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. താൻ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന റാമിന്റെ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം പ്രാഥമികമായി ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. എന്താണ് കോടതി? ഡോക്ടർ റാമിന് മുൻകൂർ ജാമ്യമില്ല, ഡോക്ടർ സംഗീതയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്.